അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, പടച്ചുറപ്പിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തി. നമ്മുടെ വളണ്ടിയർമാരിതാ എനിക്ക് പിറകിൽ നൂറുകണക്കിന് വളണ്ടിയർമാരാണ് ഇപ്പോൾ മിനയിൽ നിന്ന് അസീസിയിലെ ഹാജിമാരുടെ താമസ സ്ഥലമായ അസീസിലേക്ക് ബസ് കയറ്റിവിട്ട് വളണ്ടിയർമാരൊക്കെ സൗദി KMCCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ വർഷം KMCCക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 4 ദിവസങ്ങളിൽ ഹാജിമാർക്ക് യഥേഷ്ടം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും വീൽ ചെയറിൽ പോയി അവർക്ക് വേണ്ട കല്ലെറിയൽ നടത്താനും അതുപോലെ തന്നെ വഴി തെറ്റിയവർക്ക് വഴി കാണിച്ചു കൊടുക്കാനുമായി എല്ലാ നിരക്കുള്ള സേവന പ്രവർത്തനങ്ങളും നടത്തി വളരെ അഭിമാനത്തോടു കൂടി അന്തസ്സോടു കൂടിയാണ് KMCC ഇന്ന് ഈ മീന താഴ്വര വിട്ടുപോകുന്നത്. അൽഹംദുലില്ലാഹ്, അഭിമാനമുണ്ട്. പടച്ചുറപ്പിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഈ വർഷം എല്ലാ സേവന പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി സാധിച്ചത്. അൽഹംദുലില്ലാഹ്, വരും വർഷങ്ങളിലും ഇതുപോലുള്ള നല്ല സേവന പ്രവർത്തനങ്ങൾ നടത്താൻ KMCCക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിതാ ഈ മീനയോട് ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി മീനയോട് യാത്ര പറയുകയാണ്. അതിലേക്ക് തൊട്ടടുത്ത് നിൽക്കുന്നത് സൗദി KMCCയുടെ ഹജ്ജ് സെല്ലിന്റെ ജനറൽ കൺവീനറും മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പ്രിയപ്പെട്ട മുജീബ് കൂട്ടൂർ സാഹിബ് നിങ്ങളോട് സംസാരിക്കും. KMCCയുടെ ഈ മഹത്തായ ദൗത്യം ഒരു ചരിത്ര സംഭവമാക്കി KMCCയുടെ കർമ്മഭടന്മാർ മടങ്ങുകയാണ്. മീന താഴ്വാരത്തിൽ നിന്നും ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങൾ നടന്ന മീനയിലും അറഫയിലും മുസ്ദലിഫയിലും KMCCയുടെ വളണ്ടിയർമാർ നിതാന്ത ജാഗ്രതയോടുകൂടിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ KMCCയുടെ വളണ്ടിയർമാർ സേവന സന്നദ്ധമായി പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് ളുഹറിന് ശേഷം മുഴുവൻ ഹാജിമാരും മീന താഴ്വാരത്തോട് വിട പറയൽ തുടങ്ങി. അവസാനത്തെ ഹാജിയും മീന താഴ്വാരത്തോട് വിട പറഞ്ഞു എന്ന് മുഴുവൻ സെർച്ച് നടത്തിയതിനു ശേഷം KMCCയുടെ കർമ്മ വളണ്ടിയർമാർ സൗദി നാഷണൽ KMCCയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയങ്കരനായ കുഞ്ഞുമോൻ സാഹിബിന്റെയും മക്ക KMCCയുടെ പ്രഗത്ഭരായ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ KMCCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും KMCCയുടെ വളണ്ടിയർമാരുടെ സേവന പ്രവർത്തനം, അവസാനത്തെ ഹാജിയും മക്കയിൽ നിന്ന് വിട പറയുന്നതുവരെ KMCCയുടെ പ്രവർത്തനം വിശുദ്ധ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ KMCCയുടെ പ്രവർത്തനം ഇന്നും നാളെയും ഏതെങ്കിലും ആശുപത്രികളിൽ മീനയിലും അതുപോലെ തന്നെ അറഫയിലും ഒക്കെയുള്ള ഏതെങ്കിലും ആശുപത്രികളിൽ ഹാജിമാർ ഏതെങ്കിലും രീതിയിൽ രോഗികളായി കിടക്കുന്നുണ്ടോ എന്ന് നോക്കി അവരെ സെർച്ച് ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. അതിനുവേണ്ടി KMCCയുടെ പ്രത്യേക മെഡിക്കൽ വിങ് തയ്യാറായി നിൽക്കുകയാണ്. അവരെ സെർച്ച് ചെയ്തുകൊണ്ട് അവരെ സുരക്ഷിതമായ അവർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മെഡിക്കൽ വിങ്ങിനെ രൂപപ്പെടുത്തിക്കൊണ്ട് ആ മെഡിക്കൽ വിങ്ങുമായിട്ടായിരിക്കും ഇനി അടുത്ത പ്രവർത്തനം. അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര അയക്കുന്നതുവരെ KMCCയുടെ സേവന പ്രവർത്തനം തുടർന്നുകൊണ്ട്